ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. വേദഭാഗം നമുക്കെല്ലാം വളരെ പരിചിതമായ വേദഭാഗമാണ്. മാത്രമല്ല, ഈ ഭാഗത്ത് നിന്ന് എത്രയോ സന്ദേശങ്ങൾ നാം ഇത് മുൻപ് കേൾക്കുവാനിടയായിട്ടുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ദൈവജനത്തോട് സംസാരിക്കുവാനാണ്, തന്റെ അരുളപ്പാടുകളെ തന്റെ ജനത്തോട് അറിയിക്കുവാനാണ് എനിക്ക് പ്രേരണ നൽകുന്നത്. ആ നിലയിൽ കർത്താവ് നൽകുന്നതായിരുന്ന ചില അരുളപ്പാടുകൾ ദൈവജനത്തെ അറിയിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നതായിരുന്ന ഒരു ലേഖനമാണ് പത്രോസ് എഴുതിയ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കേവലം അവിശ്വാസികൾക്ക് എഴുതുന്ന ഒരു ലേഖനമല്ല ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട വൃതന്മാർക്ക് പത്രോസ് എഴുതുന്ന ഒരു ലേഖനമാണ് ഇതെന്നുള്ളത് ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുവാനിടയായി തീർന്നത്, അവിടെ ആത്മീകമായി ദൈവമക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ വളരേണ്ടതിന്റെ പ്രാധാന്യത അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, പാപമയമായിരിക്കുന്ന ദൈവമക്കളുടെ, വേർതിരിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ചില പാപത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുവാനായിട്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലു എന്നുള്ളത് ഓരോ ദൈവവൈദ്യനും അനുഭവിച്ചറിയേണ്ട, ആസ്വദിച്ചറിയേണ്ട വസ്തുതയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കർത്താവ് ദയാലുവാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ, കർത്താവിന്റെ ആ ഗുഡ്നസിനെ, നന്മയെ അനുഭവിച്ചറിയുന്നതായിരിക്കുന്ന ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവൈദ്യന് മാത്രമേ, അവനിൽ മാത്രമേ ദൈവവചനത്തോടുള്ളതായിരുന്ന ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, കാലാകാലങ്ങളിലായി നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, അവനിലുള്ളതായിരുന്ന വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ രക്ഷ എന്നുള്ളത് അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം കേവലം രക്ഷിക്കപ്പെട്ടു, ആ ഒരു അവസ്ഥയിൽ ഒരു ദൈവവചനം നിൽക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിക്കുന്നതാണെന്ന കാര്യം. പിന്നെയോ രക്ഷ എന്നുള്ളത്, ആ രക്ഷയിൽ അവൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ രക്ഷ എന്നുള്ളത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ് എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രക്ഷയുടെ വളർച്ച എന്ന് അപ്പോസ്തലൻ, അല്ലെങ്കിൽ രക്ഷ
രക്ഷയ്ക്കായി വളരുവാൻ എന്ന അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വിശ്വാസിയും ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധന്മാരും ദൈവവൈദ്യരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ രക്ഷയിൽ, അവന് ലഭിച്ചതാണ് ആ രക്ഷയിൽ അവൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. അതിന്റെ പ്രാധാന്യത ദൈവവചനം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ രക്ഷയിൽ നാം വളരണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ ആത്മീകമായി നാം വളരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ചില വസ്തുതകൾ ഉരിഞ്ഞു കളയണം. ദൈവമക്കൾ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പാപമയമാകുന്ന പ്രവർത്തികളെ, നമുക്കറിയാം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പാപമില്ലാത്ത അല്ലെങ്കിൽ പരിശുദ്ധമായിരുന്ന ഒരു ലോകത്തിലല്ല ദൈവം എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. വിവിധ നിലകളിലുള്ളതായിരുന്ന ഇവിടെ നാം വായിച്ചതായിരുന്ന ഒരു 5 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാപത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാ, അല്ലെങ്കിൽ ആരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ? ഞാൻ അടക്കം ഉൾപ്പെടുന്നതായിരുന്ന ദൈവമക്കളുടെ അനുദിന ജീവിതത്തിൽ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പ്രവർത്തികളാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. ഈ പാപത്തിന്റെ പ്രവർത്തികളെ നാം ഉരിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താ? ആകയാൽ സകല ദുഷ്ടത. ഇതൊക്കെ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടാവുമോ? ദുഷ്ടത. പലപ്പോഴും നാം ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ആരെയാണ്? ദൈവജനമല്ലാത്ത മറ്റുള്ളവരെയാണ് നമ്മൾ ഈ ദുഷ്ടന്മാര് എന്നുള്ള അല്ലെങ്കിൽ ഈ പദം കൊണ്ടൊക്കെയും ഉദ്ദേശിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വസ്തുത, നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുന്ന ദുഷ്ടത നാം നീക്കിക്കളയുവാനായിട്ട് ആവശ്യമാണ്. എന്താ ഈ ദുഷ്ടത എന്നുള്ളത്? ദുഷ്ടത എന്നുള്ളത് എന്താ? മാലിസ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് വാക്ക്. എന്താ മാലിസ് എന്ന് പറഞ്ഞാല്? അനിഷ്ടമായിട്ടുള്ളതായിരുന്ന കാര്യങ്ങൾ, നമുക്ക് അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് അനിഷ്ടമായി തോന്നുമ്പോൾ, ഇൽവില്ലെന്ന അനിഷ്ടമായി തോന്നുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ദുഷ്ടത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ വചനം ആദിയോളം നാം പരിശോധിക്കുമ്പോൾ ഈ ദുഷ്ടതയ്ക്കെതിരെ ദൈവത്തിന്റെ വചനം എന്നും ശക്തമായിട്ട് സംസാരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദുഷ്ടത എന്നുള്ളത് ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ്, മനുഷ്യ സ്വഭാവമാണ്, അല്ലെങ്കിൽ പിശാചിന്റെ സ്വഭാവമാണ് എന്നുള്ളത് ദൈവം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. വളരെ ശക്തിയോടെ, വളരെ ശക്തമായിട്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ്, ദൈവവചനം ദുഷ്ടതയ്ക്കെതിരെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ദുഷ്ടതയ്ക്കെതിരെ സംസാരിക്കുന്നത് തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെ. സോറി സുബിൻ, എഫേസ്യർ 4:31. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്നോട് വായിച്ചേ. ദുഷ്ടത എന്ന് പറയുന്നത് അതിന്റെ അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പാപ സ്വഭാവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അനിഷ്ടമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ അല്ലെങ്കിൽ നാം കാണുന്നതായിരുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ അത് നമുക്ക് അനിഷ്ടമായി തോന്നിക്കഴിയുമ്പോൾ അതിന്റെ അനന്തരഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പാപമയമായിരിക്കുന്ന ബിഹേവിയേഴ്സ്, ചില സ്വഭാവങ്ങളാണ്
നാം എഫേസ്യ ലേഖനത്തിൽ വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളാണ്. ഈ സ്വഭാവം ഒരിക്കലും ഒരു ആത്മീക അവസ്ഥയിൽ വരുന്നതല്ല. ഒരു ആത്മീകന്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നതായിരുന്ന സ്വഭാവ സവിശേഷതകളല്ല എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെയോ ദുഷ്ടതയുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്നതായിരുന്ന സ്വഭാവങ്ങൾ പാപത്തിന്റെ പ്രവൃത്തികളാണ് എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഈ പ്രവൃത്തികൾക്കെതിരെ അല്ലെങ്കിൽ ഈ ദുഷ്ടത എന്നുള്ളതായിരുന്ന ഈ പാപപ്രവൃത്തിക്കെതിരെ ദൈവവചനം വളരെ ശക്തമായിട്ട് എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് തിരുവചനത്തിൽ നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അനിഷ്ടമായുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരുന്ന പാപത്തിന്റെ പ്രവൃത്തികളെ, ഈ ദുഷ്ടത എന്ന പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഈ കയ്പ്, ഈർഷ്യ, കൂറ്റാരം, ഇങ്ങനെയുള്ള പ്രവൃത്തികളെ നാം ഉരിഞ്ഞു കളയണമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ, അനേക എക്സാമ്പിൾസ് ഈ ദുഷ്ടതയ്ക്ക് ഓടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിരുന്ന ഒരു ദുഷ്ടതയുടെ ഉദാഹരണം കാണുവാൻ സാധിക്കും. ഏതാ? കയീനും ഹാബീലും. കയീനും ഹാബീലും. കയീൻ തന്റെ സഹോദരനോട് ചെയ്തതായിരുന്ന ദുഷ്ടതയുടെ പ്രവൃത്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദുഷ്ടത, കയീനോട് ദുഷ്ടത തോന്നിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അത് മരണത്തിലേക്ക്, അതൊരു കൊലപാതകത്തിലേക്ക് നീങ്ങുന്നത്, അവസാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദുഷ്ടത ഒരുവന്റെ ഹൃദയത്തിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ, ഒരുവന്റെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വളരെ അപകടകരമാണെന്നുള്ളത് ആ സംഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയുമുണ്ട്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് ദുഷ്ടതയ്ക്ക് ഉദാഹരണം കാണുവാൻ സാധിക്കുക. യോസേഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാരെ യോസേഫിനോട് ദുഷ്ടത ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദുഷ്ടത ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇനിയുമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാലോ, നമ്മുടെ കർത്താവിനോട് പരീശന്മാര് ചെയ്തതായിരുന്ന ദുഷ്ടത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹെരോദ്യയോട് ഉള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഷ്ടത എവിടെ എത്തിച്ചു? യോഹന്നാൻ സ്നാപകന്റെ തല എടുക്കുന്നത് വരെയും എത്തിക്കുവാനായിട്ടിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഷ്ടത എന്നുള്ളത്, അതിന്റെ അനന്തര ഫലം എന്നുള്ളത് വളരെ ഭയാനകമാണ്, അല്ലെങ്കിൽ വളരെ അപകടകരമാണ് എന്നുള്ളത് തിരുവഴുത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ചിതറിപ്പാർക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുഷ്ടത എന്ന ഈ പാപത്തിന്റെ സ്വഭാവത്തെ ഉരിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത് എന്താ നമ്മളോട് വായിച്ചത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും, എല്ലാ ചതിവും. ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ? ദൈവജനത്തിന്റെ മധ്യത്തിൽ ചതിവ് ഉണ്ടോ? അപ്പോസ്തലൻ ദൈവജനത്തോടാണ് ഓർപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരോട്, വേർതിരിക്കപ്പെട്ട വൃതന്മാരോടാണ് ഓർപ്പിക്കുന്നത്. ചതിവ്, എല്ലാ ചതിവും നീക്കിക്കളയണം എന്നുള്ള കാര്യം നമുക്കിവിടെ കാണുവാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതും ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പാപത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ചതിവ് എന്നുള്ളത്. അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, വഞ്ചന. വഞ്ചന അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നുള്ളത് കണ്ണിങ് ആൻഡ് ട്രിക്കറി. കണ്ണിങ് ആൻഡ് ട്രിക്കറി മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു എന്താ പറയുന്നത് വാചകമുണ്ട്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും മന്ത്രവും. എന്താ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് കണ്ണിങ് ആൻഡ് ട്രിക്കറി, തന്ത്രവും മന്ത്രവും എന്നുള്ള വാക്ക്. ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഈ ചതിക്ക്
കൊടുത്തിരിക്കുന്ന അർത്ഥം എന്നുള്ളത് വഞ്ചന എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തിൽ നിരൂപിച്ചു കൂട്ടുന്നതായിരിക്കുന്ന, നാം നമ്മുടെ ഹൃദയത്തിൽ സ്വരൂപിക്കുന്ന തന്ത്രങ്ങളും മന്ത്രങ്ങളും ആണ് എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ, ഈ ഒരു പാപപ്രവൃത്തി ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളത് ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതയാണ്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളൊക്കെ നേടുവാനായിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെ നേടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങളെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി പലപ്പോഴും നാം ഇത് ഉപയോഗിക്കുന്നവരാണ്. പലപ്പോഴും പല തന്ത്രങ്ങളും പല മന്ത്രങ്ങളൊക്കെ നാം ഉപയോഗിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വ്യാജമുള്ള നാവും യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 5-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. 5-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണ് വഞ്ചന അല്ലെങ്കിൽ ചതിവ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം വളരെ വ്യക്തമായിട്ട് ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്. ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവ സവിശേഷത, പാപത്തിന്റെ ഈ ഒരു പ്രവൃത്തി ഉണ്ടാകുവാനായിട്ട് പാടില്ല. അനേക തെളിവുകൾ, അനേക ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഏതെൻ തോട്ടത്തിലേക്ക് നോക്കിയാൽ വഞ്ചനയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ്, ഒരു ഉദാഹരണം നമുക്ക് ഏതെങ്കിലും കാണുവാനായിട്ട് സാധിക്കും. ഏതാ? സർപ്പം ഹവ്വയെ എങ്ങനെ ചതിച്ചത്? ഉപായത്താൽ, വഞ്ചനയാൽ ഹവ്വയെ സർപ്പം ചതിച്ചത്, അല്ലെങ്കിൽ ഹവ്വയെ വഞ്ചിച്ചത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബിനോടുള്ള ബന്ധത്തിൽ ആരെയെ വഞ്ചിച്ചേ? യാക്കോബ് ആരെയെ വഞ്ചിച്ചേ? തന്റെ അപ്പനായിരുന്ന ഇശഹാക്കിനെ. വഞ്ചനയുടെ വ്യക്തമായിരുന്ന ഉദാഹരണങ്ങൾ എത്രയെത്ര തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞില്ല, നമുക്ക് ആശ്വസിക്കാം, അത് പഴയ നിയമ കാലഘട്ടത്തിലായിരുന്നു എന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 5-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ 2 കഥാപാത്രങ്ങളെ നാം അവിടെ കാണുന്നുണ്ട്. ആരാ? അനന്യാസും സഫീരയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ജീവിക്കുന്ന സഭാ കാലയളവിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ദൈവ ആത്മാവിന്റെ മുൻപാകെ വഞ്ചന കാണിക്കുന്നതായിരുന്നൊരു കുടുംബം. 2 വ്യക്തികൾ, ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ അതിന്റെ അനന്തരഫലം? പത്രോസ് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചേ? ഇത്രയ്ക്കോ നിങ്ങൾ സ്ഥലം വിറ്റത്. വിറ്റപ്പോഴും അവരുടെ കയ്യിലായിരുന്നു അത്. വിറ്റ് കഴിഞ്ഞപ്പോൾ, അല്ല, വിൽക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിലായിരുന്നു. വിറ്റ് കഴിഞ്ഞിട്ടും അവരുടേത് തന്നെയാണ്. പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്താ അനന്തരഫലം? സഫീറ പറയുന്ന ഒരു വാക്കുണ്ട്, അത്രയ്ക്ക് തന്നെ ഞങ്ങൾ വിറ്റത്. എന്റെ പ്രിയപ്പെട്ടവരെ, വഞ്ചനയുടെ ഫലം എന്നുള്ളത്, അതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, അനന്തര ഫലം എന്നുള്ളത് അതിഭയാനകമാണ്. ദൈവാത്മാവിന്റെ മുൻപാകെ ഒരിക്കലും വഞ്ചന കാണിക്കുവാനായിട്ട് നമുക്കിടയായി തീരരുത്. ദൈവത്തിന്റെ ശിക്ഷ അടിക്കടി
നിമിഷ നേരത്തിനുള്ളിൽ ലഭ്യമായത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിലല്ല കേട്ടോ, അങ്ങനെ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് വകയില്ല. വഞ്ചനയുടെ ഉദാഹരണങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരിക്കലും ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇത് ആഗ്രഹിക്കുന്നില്ല. ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇത് കാണുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ നിലയിൽ തന്റെ വചനത്തെ തന്റെ ദാസന്മാരോട് തന്റെ ജനത്തിന് നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും, അടുത്തതെന്താ? വ്യാജ ഭാവം. വ്യാജ ഭാവം എന്താ? വ്യാജഭാവം എന്ന് പറയുന്നത് ഹിപ്പോക്രസി. നമ്മൾ മലയാളത്തില് വളരെ പരിചയമുള്ള ഒരു വാക്ക് പോലെ. എന്താ ഹിപ്പോക്രസിക്ക് മലയാളത്തിൽ പറയുന്നത്? നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് കാപട്യം. എന്താ കാപട്യം? ഇൻസെർട്ടനിറ്റി, സത്യമില്ലായ്മ, അല്ലെങ്കിൽ യഥാർത്ഥമായതിനെ മറച്ചു വെച്ചിട്ട് മറ്റൊന്നിനെ അവതരിപ്പിക്കുന്നതിനെയാണ് നാം എന്ത് പറയാ? ഹിപ്പോക്രസി അഥവാ വ്യാജ ഭാവം എന്ന് പറയുന്നത്. യഥാർത്ഥമായതിനെ മറച്ചു വെച്ച് മറ്റൊന്നിനെ വെളിപ്പെടുത്തി കാണിക്കുന്ന അനുഭവം കാപട്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം ഓർപ്പിക്കുക. ഇത് ദൈവജനം നമ്മുടെ മധ്യത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാനായിട്ട് ആവശ്യമുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത ഹൃദയത്തിൽ നിന്നാണ് എന്ത് ഉയരുന്നത്? കാപട്യം അല്ലെങ്കിൽ വ്യാജഭാവം ഉയരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവരോട് സ്നേഹമായിട്ട് നാം എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലെന്തായിരിക്കും? മറ്റൊന്ന് ആയിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇതിനും അനന്യാസിന്റെയും സഫീരുടെയും ജീവിതം തന്നെ നമ്മുടെ മുൻപാകെ ഉദാഹരണമായി നിൽക്കുകയാണ്. അവർ ചെയ്തത് ഒന്ന്, അപ്പോസ്തലന്റെ മുൻപാകെ, അതിനും അപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും മറ്റൊന്ന്. ഇതാണ് കാപട്യം എന്ന് പറയുന്നത്. ഇതാണ് വ്യാജ ഭാവം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് കാപട്യം അല്ലെങ്കിൽ വ്യാജഭാവം എന്നുള്ളത്. ദൈവം വെറുക്കുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള ശിക്ഷയും നൽകുന്ന ദൈവമാണ്. അതികഠിനമായിരിക്കുന്ന ഭയാനകമായിരുന്ന ശിക്ഷാവിധിയിലൂടെ ദൈവം കടത്തിവിടുമെന്നുള്ളതിനും യാതൊരു സംശയമില്ലാത്ത വസ്തുതയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മത്തായി 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 9 വരെ. അതരം കൊണ്ട് എന്ത് ചെയ്യുന്നു? എന്നെ ബഹുമാനിക്കുന്നു. പിന്നെയോ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഇതാണ് കാപട്യത്തിന്റെ ഒരു വ്യക്തമായിരിക്കുന്ന ചിത്രം എന്നുള്ളത്. അതരം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നാം എന്ത് ചെയ്യും? പലതും പറയും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ മറ്റൊന്നായിരിക്കും. ഇതാണ് കാപട്യം എന്നുള്ളത്, അല്ലെങ്കിൽ വ്യാജ ഭാവം എന്നുള്ളത്. അതേ പുസ്തകം തന്നെ മത്തായി സുവിശേഷം 23-ാം അധ്യായം 27-ഉം 28-ഉം വാക്യം. കർത്താവ് താൻ തന്നെ പറയുന്ന വാക്കുകളാണ്. പരീക്ഷന്മാരെ നോക്കിയിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? കപടഭക്തിക്കാരായ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? വെള്ള തേച്ച ശവക്കല്ലറകളാ. എന്റെ പ്രിയപ്പെട്ടവരെ, പുറമേ നോക്കിയാൽ നാമൊക്കെ വളരെ മാന്യമായിരിക്കുന്ന നിലവാരത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ അകമോ കർത്താവ് പറയുകയാണ് വെള്ള തേച്ച ശവക്കല്ലറകൾക്ക് സമാനമാണ്. എന്താ ശവക്കല്ലറയുടെ പ്രത്യേകത? പുറമൊക്കെ നല്ല വെള്ള തേച്ച് മോടി പിടിപ്പിച്ച് ഇരിക്കുന്ന കാണുവാനായിട്ട്. എന്നാൽ അതിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കപടഭക്തി എന്നുള്ളത്
അഭിനയം എന്നുള്ളത് ദൈവം എന്നും വെറുക്കുന്ന ഒരു പാപത്തിന്റെ സ്വഭാവമാണ്. ഈ പാപ സ്വഭാവത്തെ ഉരിഞ്ഞു കളയുവാൻ ദൈവം തന്റെ ദാസനിലൂടെ തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്തത് ഇന്ന് നമുക്ക് പരിചയമുള്ളൂ അല്ലെ, അസൂയ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും. എന്താ അസൂയ? അസൂയ എന്താ? നീരസം. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ നമുക്കുണ്ടാകുന്ന നീരസമാണെന്ത്? അസൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അസൂയ ഉയരുന്നതിന് കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോക്കുമ്പോഴാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവൻ നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കാണുമ്പോൾ അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന, അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അസൂയ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതും ദൈവം വെറുക്കുന്ന, ദൈവം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പാപത്തിന്റെ സ്വഭാവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 14:30. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. നമ്മളുടെ അസ്ഥികളെ ദ്രവിപ്പിക്കുന്ന ഒരു പാപ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസൂയ എന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട്, അഥവാ നമ്മെ നശിപ്പിക്കുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ് അസൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആകമാനം നശിപ്പിച്ചു കളയുന്ന, തകർത്തു കളയുന്ന ഒരു പാപ സ്വഭാവമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസൂയ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ തക്കവണ്ണം അസൂയക്ക് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് വരാം. എന്താ കയീന്റെയും ഹാബേലിന്റെയും കേസ് സംഭവിച്ചത്? എന്തുകൊണ്ടാ അതൊരു കൊലപാതകത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നത്? കയീന് എന്തുണ്ടായി? അസൂയുണ്ടായി. തന്റെ സഹോദരനോട് അസൂയുണ്ടായി. തന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ തന്റെ സഹോദരൻ കഴിച്ച യാഗത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടായി. എന്താ അവരിൽ ഉളവാക്കിയത്? അസൂയ ഉളവാക്കി. അതിന്റെ അനന്തരഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശൗലിനോടുള്ള ബന്ധത്തിൽ ശൗലിന്റെ ജീവിതത്തിൽ അസൂയുണ്ടായി. ആരോടായിരുന്നു? ദാവീദിനോട്. ദാവീദിനോട് അസൂയുണ്ടായി. അതിന്റെയും അനന്തരഫലം എന്താ അവിടെ സംഭവിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിച്ചു. വീണ്ടും യോസേഫിനോടുള്ള ബന്ധത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? ഈ അസൂയ തന്നെ. അവന്റെ ജീവിതത്തിലുണ്ടായ, തന്റെ സഹോദരന്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹത്തെ അല്ലെങ്കിൽ ചില പ്രവൃത്തികളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനിൽ എന്തുണ്ടായി? അസൂയ ജനിക്കുവാൻ, അസൂയ ഉടലെടുക്കുവാൻ, ആ ജനിച്ച അസൂയ അവനിൽ വളരുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഫലമാണ് പിന്നീട് യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ കാര്യം എന്താ? എല്ലാ നുണയും നീക്കിക്കളയും. എല്ലാ നുണയും. എന്താ നുണ? സ്ലാൻഡർ. എന്താ സ്ലാൻഡർ എന്ന് പറഞ്ഞ? നുണ. മറ്റുള്ളവർക്ക് ഹാനികരമായിരിക്കുന്ന കാര്യങ്ങളെ നാം എന്ത് ചെയ്യുക? സംസാരിക്കുക. ഒരിക്കലും വാസ്തവമുള്ള കാര്യമല്ല. ഹാംഫുൾ ഗോസിപ്പ് എന്നാ പറയുന്നത്. അതൊരു ഗോസിപ്പാ. യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരുന്ന വസ്തുതയല്ല നാം പറയുന്നത്. സംഭവിക്കാത്തതായിരുന്ന ഒരു വസ്തുതയെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഹാനികരമാം വിധം പറഞ്ഞു പരത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? നുണ എന്ന് പറയുന്നത്. ദൈവാത്മാവ് ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്, ദൈവജനത്തിന്റെ മധ്യേ നുണ നീക്കിക്കളയണമെന്നുള്ളത്. നുണ, വാസ്തവമല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ പറയുന്നതിനെ അവസാനിപ്പിക്കണം. അത് ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും അതിനോട് യോജിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം.
സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 18-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 18. ഒന്നുകൂടെ. ഏഷ്ണി പറയുന്നവൻ പോഷൻ. ഏഷണി പറയുന്നവൻ, നുണ പറയുന്നവനെ ദൈവത്തിന്റെ ആത്മാവ് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? അവൻ പോഷനാണ്, അവൻ വിഡ്ഢിയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവജനത്തിന് അപ്പോസ്തലൻ നൽകുന്ന അതിമഹത്തായ ഒരു ഉപദേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും പുറപ്പെടുവാനായിട്ട് ഇടയായി തീരരുത്, അല്ലെങ്കിൽ നിന്റെ നാവിൽ നിന്ന് വീഴുവാനായിട്ട് ഇടയായി തീരരുത് എന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം ഓർപ്പിക്കുക, ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പാപത്തിന്റെ സ്വഭാവങ്ങളെ, സിൻഫുൾ ബിഹേവിയേഴ്സിനെ നാം നീക്കിക്കളയണം, നാം ഉരിഞ്ഞു കളയണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നതായിട്ട് നമ്മെ കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം ഇതെല്ലാം ദൈവം അതിഗൗരവമായിട്ട് എടുക്കുന്ന, അതിഗൗരവമായിട്ട് ദൈവം വെറുക്കുക മാത്രമല്ല, ദൈവം അതിനെതിരെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ദൈവം കൂടെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന, ഞാനും നിങ്ങളും പിൻപറ്റുന്ന ദൈവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 2-ാം വാക്യത്തിലേക്ക് അതിവേഗം പോകാം. നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നാം രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ നമ്മുടെ രക്ഷ അവളെ കൊണ്ട് പൂർത്തിയാക്കപ്പെടുകയല്ല ചെയ്തത്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, അഥവാ നരക ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലാണ് ദൈവവൈതലിന് അവിടെ ലഭിച്ചത്. എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ എത്ര നാൾ ഒരു ദൈവവൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നോ അത്ര നാളും അവൻ തന്റെ രക്ഷയുടെ വളർച്ചയിലാണ്. ഇറ്റ് ഈസ് എ ഓൺഗോയിങ് പ്രോസസ്. രക്ഷ എന്നുള്ളത് ഒരു നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. ഇനി രക്ഷയ്ക്കായി വളരണമെങ്കിൽ വളരെ നല്ല ഒരു രൂപകമാണ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വളരെ ശക്തമായിട്ടുള്ള രൂപകം. ഒരു ന്യൂബോൺ ബേബി തന്റെ അമ്മയുടെ ആ മായമില്ലാത്ത പാലിന് വേണ്ടി വാഞ്ചിക്കുന്നത് പോലെ ആ ന്യൂബോൺ ബേബിക്ക് വേറെ ഒന്നുമില്ല. അവന്റെ ചിന്ത എന്നുള്ളത്, അവന്റെ വാഞ്ച എന്നുള്ളത് എന്താ? മായമില്ലാത്ത പാല് കുടിക്കണം എന്നുള്ള. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മുലപ്പാലിനോടാണ്, അല്ലെങ്കിൽ ആ മായമില്ലാത്ത പാലിനോടാണ് ദൈവത്തിന്റെ ആത്മാവിയുടെ ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നത്, താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ അനുദിന ജീവിതത്തിലുള്ളതായിരുന്ന അവന്റെ വാഞ്ച എന്നുള്ളത് എന്തിനോടായിരിക്കണം? ദൈവവചനത്തോട് ആയിരിക്കണം. എന്തിനാ ദൈവവചനത്തോട് വാഞ്ച ഉണ്ടാകേണ്ടത്? ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവവചനം വായിക്കണം. ഇന്ന് പല വിശ്വാസികളും രക്ഷിക്കപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ, അല്ലെങ്കിൽ ആത്മീക വളർച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നുള്ളത് ദൈവവചനം ഓർമ്മിക്കുകയാണ്. ഇതൊരു ഉപദേശമല്ല, ഇറ്റ്സ് എ കമാൻഡ്. ദൈവത്തിന്റെ കൽപ്പനയാണ് വിശ്വാസി വളരണം എന്നുള്ളത്, ആത്മീക വളർച്ച പ്രാപിക്കണം എന്നുള്ളത്. എവിടെ വരെ വളരണം? അറ്റ്ലീസ്റ്റ് ക്രിസ്തുവിനെ പോലെയെങ്കിലും ആയിത്തീരേണ്ടത് ആവശ്യമാണ്. നാം വായിക്കുന്നുണ്ട്, നാം ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയായിത്തീരണം. ക്രിസ്തു എന്ന തലയോളം നാം വളരുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ നമുക്ക് വളരുവാനിടയാകണമെങ്കിൽ, ഒരു ദൈവവൈതൽ ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആത്മീക പുരോഗതി പ്രാപിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഈ വചനത്തോടുള്ള വാഞ്ച ഉണ്ടാകുവാനായിട്ട് ആവശ്യമുണ്ട്. 3-ാമത്തെ വാക്യം, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരു വ്യക്തിക്ക് ദൈവവചനത്തോട് വാഞ്ച ഉണ്ടാകണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കണം. എന്താ? കർത്താവ് ദയാലുവാണ്. ദൈവത്തിന്റെ ആ കൈൻഡ്നെസ്, ദൈവത്തിന്റെ ആ ഗുഡ്നെസ് അനുഭവിച്ചറിഞ്ഞതായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ദൈവവചനത്തോട്
വാഞ്ചയുണ്ടാകുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു എക്സ്പീരിയൻസ് തന്റെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ ദൈവവചനത്തോട് വാഞ്ചയുണ്ടാകുകയുള്ളൂ, ദൈവവചനത്തോട് ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ. വളരെ ലളിതമായിരുന്ന കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ രക്ഷയുടെ വളർച്ചയ്ക്ക് നമ്മുടെ പാപപ്രവൃത്തികളെ നാം ഉരിഞ്ഞു കളയുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ പാപപ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞുവെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ വളർച്ച പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെയോ നമ്മുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് ആശ്രയമായിരിക്കുന്നത് ദൈവവചനത്തോടുള്ള വാഞ്ചയാണ്. ഈ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നാം അനുഭവിച്ച് അറിഞ്ഞവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ദൈവവചനത്തോട് അതിയായിരിക്കുന്ന വാഞ്ച ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്ന വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഈ ദൈവവചനത്തിന്റെ വാഞ്ച നമ്മളുണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക പോഷണത്തിന് ദൈവവചനത്തിലൂടെ നമുക്ക് ആവശ്യമായിരുന്ന പോഷണം ലഭ്യമാകുവാനായിട്ട് ഇടയായിത്തീരും. ആ പോഷണം ലഭ്യമായെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പോലെ വളരുവാനായിട്ട്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ട്, ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഒരു ദൈവവൈദ്യന് സാധിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതായിരുന്ന കുറവുകളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ഏറ്റു പറയാം. പാപപ്രവർത്തികളെ, സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും എല്ലാം കൂടെയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, ആത്മീക വളർച്ച പ്രാപിക്കുവാൻ, ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നമുക്ക് വാഞ്ചിക്കാം. കർത്താവ് ദയാലു എന്ന് നാം നിരവധി തവണ ആസ്വദിച്ചറിഞ്ഞവരാണ്. ആ ആസ്വാദനം, ആ അനുഭവം ദൈവവചനത്തോടുള്ള നമ്മുടെ വാഞ്ച കൂട്ടുവാൻ വരും ദിവസങ്ങളിൽ നാദിനെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് എളിയവനായ അടിയനെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവരുടെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.